ഹലോ, എല്ലാവർക്കും എൻ്റെ ഈസി കാർഡ് സുരേഷ് KS എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാം ആദ്യമായി ഓട്ടോകാഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ഇൻ്റർഫേസാണ് കാണുന്നത്. ഇതിലെ ടെംപ്ലേറ്റ്സിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം നാം AutoCAD ISO DWT സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു 2D വർക്ക് സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് 3D വർക്ക് സ്പേസ് ആണ് ആവശ്യം. അതിനുവേണ്ടി നമ്മൾ ഈ സ്റ്റാറ്റസ് ബാറിലുള്ള ഈ ആരോ വർക്ക് സ്പേസ് സ്വിച്ചിങ് എന്ന് പറയുന്ന ഈ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം 3D മോഡലിംഗ് സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ ഈ അൺസേവ്ഡ് വ്യൂ ഈ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം SC ഐസോമെട്രിക് സെലക്ട് ചെയ്യുക. ഈ UCS ഐക്കൺ ഈ കോർണറിലേക്ക് മാറ്റുവാനായി UCS ഐക്കൺ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ശേഷം നോ ഒറിജിൻ സെലക്ട് ചെയ്യുക. ഇനി ഈ ഒരു ഒബ്ജക്റ്റാണ് നാം 3D ആയി ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നാം റൈറ്റ് UCSലാണ് ഇത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വേൾഡ് UCSൽ നിന്ന് അതിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം റൈറ്റ് UCS ആക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി ഈ ഓർത്തോ ഓൺ ചെയ്യുക. ഈ ഗ്രിഡ് ഒഴിവാക്കുക. ഇനി ആദ്യം നമുക്ക് 30 ഡയമീറ്ററും 20 ഡയമീറ്ററുള്ള രണ്ട് സർക്കിളുകൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ സർക്കിൾ കമാൻഡ് എടുക്കുക. സെൻറ്റർ ഡയമീറ്റർ എടുക്കുക. 30 എൻ്റർ. then center diameter 20 enter. ഇങ്ങനെ രണ്ട് സർക്കിളുകൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നാം ഈ സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്ന് 66 യൂണിറ്റിലേക്ക് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് 100 യൂണിറ്റിലുള്ള ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യണം. സെൻറ്ററിൽ നിന്ന് 66 യൂണിറ്റ് ട്രാക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ടില്ല, ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ലൈൻ കമാൻഡ് എടുക്കാം. ലൈൻ കമാൻഡ് എടുത്തു. ഈ സെൻറ്ററിൽ നിന്ന് ട്രാക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്യാതെ ട്രാക്ക് ചെയ്യുക 66 യൂണിറ്റിലേക്ക്. 66 66 എൻ്റർ. ഇനി 100 യൂണിറ്റിലൊക്കെയുള്ള ലൈനാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഹാഫ്, അതായത് പകുതി 50 യൂണിറ്റിലേക്ക് നമുക്ക് ആദ്യം ലൈൻ ക്രിയേറ്റ് ചെയ്യാം. 50 എൻ്റർ. അപ്പോൾ 50 യൂണിറ്റിലേക്കുള്ള ലൈന്. ഇനി ഇത് നമുക്ക് 100 യൂണിറ്റിലേക്ക് ആക്കണം. അപ്പോൾ ഇത് ലെങ്തൻ ചെയ്യണം. ലെങ്തൻ്റെ ഷോർട്ട് കട്ട് LEN ആണ്. ടോട്ടൽ ലെങ്തൻ ചെയ്യണം. ടോട്ടൽ 100. അപ്പോൾ LEN എൻ്റർ. ഇനി ടോട്ടൽ T എൻ്റർ. ഇനി എത്രയാണ് ടോട്ടൽ? 100. അപ്പോൾ 100 എൻ്റർ. ഇനി ഈ സൈഡിലാണ് നമുക്ക് ലെങ്തൻ ചെയ്തത്. ഈ സൈഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ടോട്ടൽ 100 ആയി. ഈ ലൈൻ എസ്കേപ്പ് ചെയ്യുക. ഇനി നമുക്ക് 27 യൂണിറ്റിലേക്ക് ഈ ലൈൻ, ഈ എൻ പോയിന്റിൽ നിന്ന് 27 യൂണിറ്റിലുള്ള ഒരു ലൈൻ വരയ്ക്കാം. ഈ എൻ പോയിന്റിൽ നിന്നും 27 യൂണിറ്റിലുള്ള ലൈൻ. ലൈൻ കമാൻഡ് എടുക്കുക. 27 എൻ്റർ. എൻ്റർ. ഈ ഭാഗത്തും 27 enter.
ഇനി അവിടെ നിന്ന് ഈ ഔട്ടർ സർക്കിളിൻ്റെ ക്വാഡ്രൻറ്റിലേക്ക് നമുക്കൊരു ലൈൻ വരക്കാം. ലൈൻ കമാൻഡ് എടുക്കാം. ഈ എൻഡ് പോയിന്റിൽ നിന്ന് ഇതിൻ്റെ ക്വാഡ്രൻറ്റിലേക്ക് ലൈൻ വരാം. ക്വാഡ്രൻറ്റിലേക്ക് ലൈൻ കമാൻഡ് എടുത്ത് ഈ എൻഡ് പോയിന്റിൽ നിന്ന് ഇതിൻ്റെ ക്വാഡ്രൻറ്റിലേക്കും ലൈൻ വരക്കുക. ഇനി ഈ ഭാഗം നമുക്ക് ഇനിയും ആവശ്യമുണ്ട്. അതിൻ്റെ പേരിൽ ഒരു കോപ്പി എടുത്ത് വെച്ചേക്കാം. അപ്പോൾ ഇതിൻ്റെ കോപ്പി എടുക്കുക. കോപ്പിയുടെ ഷോർട്ട്കട്ട് CP ആണ്. CP എൻ്റർ. ഫുൾ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ബേസ് പോയിൻ്റ് ഇവിടെ എടുത്താൽ ഇവിടെ കോപ്പി ചെയ്ത് വെക്കാം. എസ്കേപ്പ് ചെയ്യുക. ഇനി ഇതാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ഇതിനകത്ത് ആദ്യം നമുക്ക് ഇരുപത് യൂണിറ്റ് ഇങ്ങോട്ടും 18 യൂണിറ്റ് ഈ ഭാഗത്തും ഈ രണ്ട് ലൈനുകൾ ഓഫ്സെറ്റ് ചെയ്യുക. ഈ ലൈനുകൾ 18 യൂണിറ്റ് വീതം അകത്തേക്ക്, ഈ ലൈൻ 20 യൂണിറ്റ് അകത്തേക്ക് ഓഫ്സെറ്റ് ചെയ്യുക. ഓഫ്സെറ്റ് കമാൻഡ് എടുക്കുക. അത് സർക്കിൾ ഉണ്ടാക്കാനായിട്ടാണ്. ഈ രണ്ട് സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണത്. അപ്പോൾ ഓഫ്സെറ്റ് കമാൻഡ് എടുക്കാം. ഓഫ്സെറ്റിൻ്റെ ഷോർട്ട്കട്ട് O ആണ്. O എൻ്റർ. 18 യൂണിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും 18, 18 എൻ്റർ. ദിസ് ടൈപ്പ് ഓൾസോ 18. ഇനി ഈ ലൈൻ 20 യൂണിറ്റിലേക്കാണ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്. അപ്പം 20 എൻ്റർ. 20 യൂണിറ്റിലേക്കും ഓഫ്സെറ്റ് ചെയ്യുക. ഇനി ഈ ഇൻ്റർസെക്ഷൻ പോയിന്റിൽ നമുക്ക് രണ്ട് സർക്കിളുകൾ ഉണ്ടാക്കണം. അത് ഡയമീറ്റർ 13 സർക്കിളുകളാണ്. 13 ഡയമീറ്ററുള്ള സർക്കിളുകൾ. അപ്പോൾ സർക്കിൾ നമ്മൾ സെൻറ്റർ ഡയമീറ്റർ എടുക്കുക. മിഡ് പോയിന്റ് ഈ ഇൻ്റർസെക്ഷൻ പോയിന്റ് എടുക്കുക. 1, 3, 13 എൻ്റർ. ഇനിയും സെൻറ്റർ ഡയമീറ്റർ സർക്കിൾ എടുക്കുക. 13 എൻ്റർ. ഇനി നമുക്ക് ഈ ലൈനുകൾ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി ഈ ഭാഗം, ഇത്രയും ഭാഗം നമുക്ക് ഫില്ലറ്റ് ചെയ്യണം. ഈ റേഡിയസിൽ 10 റേഡിയസിൽ ഫില്ലറ്റ് ചെയ്യണം. ഈ രണ്ട് ഭാഗത്തും, ഈ രണ്ട് കോർണറും ഫില്ലറ്റ് ചെയ്യണം. റേഡിയസ് 10. അപ്പോൾ ഫില്ലറ്റ് കമാൻഡ് എടുക്കുക. ഫില്ലറ്റിൻ്റെ ഷോർട്ട്കട്ട് F ആണ്. F എൻ്റർ. റേഡിയസിന് R എൻ്റർ. റേഡിയസ് 10 ആണ്. അപ്പോൾ 10 എൻ്റർ. ഇനി മൾട്ടിപ്പിൾ ഫില്ലറ്റാണ് ചെയ്യേണ്ടത്. രണ്ട് സൈഡും ഫില്ലറ്റ് ചെയ്യണം. അപ്പോൾ മൾട്ടിപ്പിൾ കമാൻഡ് കൊടുത്താൽ മതി. മൾട്ടിപ്പിളിൻ്റെ ഷോർട്ട്കട്ട് M ആണ്. M എൻ്റർ. ഇനി നമുക്ക് ഈ രണ്ട് ലൈനും സെലക്ട് ചെയ്യുക, ഫില്ലറ്റ് ചെയ്യുക. ഈ രണ്ട് ലൈനും സെലക്ട് ചെയ്യുക, ഫില്ലറ്റ് ചെയ്യുക, എസ്കേപ്പ് ചെയ്യുക. ഇനി ഇത് നമുക്ക് പ്രസ് പുൾ ചെയ്യാറായി. പ്രസ് പുൾ ചെയ്യാം. ഈ ഭാഗം നമുക്ക് 13 യൂണിറ്റിലേക്കാണ് പ്രസ് പുൾ ചെയ്യേണ്ടത്. അപ്പോൾ പ്രസ് പുൾ കമാൻഡ് എടുക്കുക. സെലക്ട് ചെയ്യുക. ഈ ഭാഗം സെലക്ട് ചെയ്യുക, സെൻറ്ററിൽ സെലക്ട് ചെയ്യുക. 13, 13 എൻ്റർ. ഇനി ഇതിപ്പോൾ നമ്മൾ 2D വയർ ഫ്രെയിമിലാണ് കാണുന്നത്. അത് നമുക്ക് ഷെയ്ഡഡ് വിത്ത് എഡ്ജസിലേക്ക് ആക്കുക. ഇനി ഇത് നമുക്ക് പ്രസ് പുൾ ചെയ്യണം. അത് പ്രസ് പുൾ ചെയ്യേണ്ട ഇങ്ങോട്ട് 13, ഇപ്പോൾ പ്രസ് പുൾ ചെയ്ത ആ ഭാഗത്തേക്ക് 13 തന്നെ, ഇങ്ങോട്ട് 20 യൂണിറ്റും കൂടി പ്രസ് പുൾ ചെയ്യണം. രണ്ട് പ്രസ് പുള്ളിങ് ആവശ്യമുണ്ട്. അപ്പോൾ സെലക്ട് ചെയ്യുക, പ്രസ് പുൾ സെലക്ട് ചെയ്യുക.
അകത്തേക്ക് 13 എൻ്റർ. ഇനി പുറത്തേക്ക് 20 എൻ്റർ. 20 യൂണിറ്റിലേക്കാണ് പുറത്തേക്ക്. അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്താണ്. ഇനി നമുക്ക് ഈ ഭാഗം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇങ്ങനെയുള്ളൊരു ഭാഗമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് ഇത്രയും ഈ ഭാഗം 20 യൂണിറ്റിലുള്ള ആണ്. ഈ ഭാഗം എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ടുള്ള ഈ റേഡിയസ് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. ഇതിൽ നിന്ന് 66-ൽ നിന്ന് ഈ റേഡിയസ് കഴിഞ്ഞിട്ടുള്ള ഭാഗം. അത് നമുക്ക് ആദ്യം തന്നെ ഈ സർക്കിൾ നമുക്ക് ഒന്നും കൂടി ക്രിയേറ്റ് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ കഴിയും. ഈ സർക്കിൾ നമുക്കറിയാം 30 യൂണിറ്റ് ആണ്. അപ്പോൾ 30 യൂണിറ്റിൻ്റെ ഒരു സർക്കിൾ കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സെൻറ്റർ ഡയമീറ്റർ 30. ഇതേ സർക്കിൾ തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇനി ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് 66 യൂണിറ്റിലേക്കുള്ളൊരു ലൈൻ നമുക്ക് വരയ്ക്കാം. സെൻറ്ററിൽ നിന്ന് 66, 66 എൻ്റർ. ഈ സെൻറ്ററിൽ നിന്നുള്ള 66 ആണ് നമ്മൾ വരച്ചത്. ഇനി നോക്കാം, ഈ ഓബ്ജക്റ്റിൻ്റെ വിഡ്ത്ത് 9 ആണ്. 9 യൂണിറ്റ് ആണ് വിഡ്ത്ത്. അപ്പോൾ 9ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 4.5 ആണ്. അപ്പോൾ 4.5 നമുക്ക് അപ്പുറവും ഇപ്പുറവും ഓഫ്സെറ്റ് ചെയ്യാം. ഓഫ്സെറ്റ് കമാൻഡ് എടുക്കാം. ഓഫ്സെറ്റിൻ്റെ ഷോർട്ട്കട്ട് O ആണ്. O എൻ്റർ. 4.5 എൻ്റർ. ഇനി ഇങ്ങോട്ട് 4.5. ഈ ഭാഗത്തേക്കും 4.5 എസ്കേപ്പ് ചെയ്യുക. ഇനി ലൈൻ കമാൻഡ് എടുത്ത് ഈ എൻഡ് പോയിൻറ്റും ഈ എൻഡ് പോയിൻറ്റും ജോയിൻ ചെയ്യുക. ഇനി ഈ മിഡ് ലൈൻ നമുക്ക് ഒഴിവാക്കാം, ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ട്രിം ചെയ്ത് ഈ ഭാഗം കിട്ടാനായിട്ടാണ് നമ്മളിത് ചെയ്തത്. ഈ ഭാഗം ട്രിം ചെയ്തെടുക്കാം. അപ്പോൾ ട്രിം കമാൻഡ് കൊടുക്കുക. TR എൻ്റർ. ഇനി ഈ ഭാഗം നമുക്ക് ട്രിം ചെയ്ത് കളയാം. ഇപ്പോൾ ആ ഭാഗം ട്രിം ചെയ്ത് ഈ ഭാഗം ഇത് കിട്ടാനായിട്ടാണ് നമ്മളിത് ചെയ്തത്. ഇനി ഇത് 20 യൂണിറ്റിലേക്ക് നമുക്ക് പ്രസ് പുൾ ചെയ്യാം. 20 യൂണിറ്റിലേക്ക്. അപ്പോൾ പ്രസ് പുൾ കമാൻഡ് എടുക്കുക. അകത്ത് ക്ലിക്ക് ചെയ്യുക. 20 എൻ്റർ. അപ്പോൾ 20 യൂണിറ്റിലേക്ക് നമ്മൾ പ്രസ് പുൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നോക്കാം, നമുക്ക് ഇതിൻ്റെ ഇത്രയും ഭാഗമാണ് ഈ സ്ക്വയർ റെക്റ്റാങ്കിൾ മുഴുവൻ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഈ കോർണർ പോയിന്റിൽ നിന്ന് ഈ എൻഡ് പോയിന്റിൽ നിന്നും ഒരു ഡയഗണൽ രൂപത്തിലുള്ള ഒരു ലൈൻ വരക്കാം. അപ്പോൾ ലൈൻ കമാൻഡ് എടുക്കാം. ഈ എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക. സെക്കൻഡ് പോയിന്റ് ആയിട്ട് ഈ എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക. എസ്കേപ്പ് ചെയ്യുക. ഇനി നമ്മൾ ഈ ഭാഗം പ്രസ് പുൾ ചെയ്യുക. ഒരു ഓബ്ജക്റ്റിൽ നിന്ന് പ്രസ് പുൾ ചെയ്താൽ ആ ഭാഗം ഡിലീറ്റ് ചെയ്യപ്പെടും. നമുക്കറിയാം, പ്രസ് പുൾ ചെയ്യുമ്പോൾ ഒരു ഓബ്ജക്റ്റിൻ്റെ അകത്താണെങ്കിൽ അത്രയും ഭാഗം ഡിലീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം ഡിലീറ്റ് ചെയ്യാനായിട്ട് ഈ ഭാഗം പ്രസ് പുൾ ചെയ്താൽ മതിയാവും. അപ്പോൾ പ്രസ് പുൾ കമാൻഡ് എടുക്കുക. ഈ ഭാഗം സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഇപ്പോൾ അത്രയും ഭാഗം ഡിലീറ്റ് ചെയ്ത് പോയി. ഇനി നമുക്ക് ഈ ഭാഗമാണ് ഇവിടെ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് മൂവ് ചെയ്ത് ഇവിടെ കൊണ്ടുപോയി വെക്കാം. അപ്പോൾ മൂവ് കമാൻഡ് ഉപയോഗിക്കുക. M ആണ് ഷോർട്ട്കട്ട് മൂവിങ്. M എൻ്റർ സെലക്ട് ചെയ്യുക.
ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ബേസ് പോയിൻ്റ് ആയിട്ട് മൂവിങ്ങിൻ്റെ ബേസ് പോയിൻ്റ് ആയിട്ട് ഈ സെൻറ്റർ പോയിൻ്റ് ഈ മിഡ് പോയിൻ്റ് സെലക്ട് ചെയ്യുക. സെക്കൻഡ് പോയിൻ്റ് ഇവിടുത്തെ ഈ മിഡ് പോയിൻ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ കൃത്യമായി നമ്മൾ അവിടെ അത് വെച്ച് കഴിഞ്ഞു. ഇനി ഈ ഭാഗം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഈ ലൈൻസ് എല്ലാം ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഭാഗമാണ് ഇവിടെ ഇങ്ങനെ 33 യൂണിറ്റിൽ ഇതിൻ്റെ ബാക്കിലായിട്ടുള്ള ഒരു സോളിഡ് ഉണ്ട്. ആ സോളിഡ് ക്രിയേറ്റ് ചെയ്യാനാണ് നാം ഇത് കോപ്പി ചെയ്തത്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 33 ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ലൈൻ വരക്കാം, ഒരു സെൻറ്റർ ലൈൻ വരക്കാം. ഇങ്ങനെ ഒരു സെൻറ്റർ ലൈൻ വരക്കാം. അതിൻ്റെ 33യുടെ പകുതിയായിട്ടുള്ള 16.5 നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാം ഈ ലൈൻ. അപ്പോൾ ഓഫ്സെറ്റ് കമാൻഡ് എടുക്കുക. ഓഫ്സെറ്റിൻ്റെ ഷോർട്ട്കട്ട് O ആണ്. O എൻ്റർ 16.5 ഒരു ഭാഗത്ത് 16.5 ആണ്. 16.5 എൻ്റർ. ഈ ഭാഗത്തും 16.5 ഓഫ്സെറ്റ് ചെയ്യുക. ഇനി നമ്മൾ ട്രിം ചെയ്ത് ഈ ഭാഗം നമുക്ക് ഒഴിച്ചെടുക്കാം. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം കളഞ്ഞ് ഈ ഭാഗം ഒഴിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ട്രിം കമാൻഡ് ഉപയോഗിക്കാം. ഈ ലൈൻ നമുക്കിനി എഡിറ്റ് ചെയ്യാം, സെൻറ്റർ ലൈൻ. ഇനി ട്രിം കമാൻഡ് ഉപയോഗിക്കാം. TR എൻ്റർ. ട്രിം കമാൻഡ് TR ആണ്. അപ്പോൾ ഇത്രയും നമുക്ക് ആദ്യം തന്നെ ട്രിം ചെയ്ത് കളയാം. ഇവിടെയും ഇത്രയും ട്രിം ചെയ്ത് കളയാം. ഇത് ട്രിം ചെയ്യാം. ഇതെല്ലാം ട്രിം ചെയ്യാം. ഈ ലൈനും ട്രിം ചെയ്ത് കളയാം. ഇനി നമുക്ക് ട്രിം ചെയ്യാനുള്ളത് ഈ ലൈനിൽ ഈ സർക്കിളിൻ്റെ ഈ ഭാഗമാണ്. ഇത് ട്രിം ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഭാഗം കിട്ടിക്കഴിഞ്ഞ് ഈ ഭാഗം ഇത്രയുള്ള ഈ പ്രൊഫൈൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്തത്. ഇതാണ് നമുക്ക് പുറകിൽ പ്രസ് പുൾ ചെയ്ത് ഒരു ഒബ്ജക്റ്റാക്കി വെക്കാനുള്ളത്. അപ്പോൾ ഇത്രയും അത് ഡിലീറ്റ് ചെയ്യുക. ഈ ലൈനുകൾ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി ഇത് പ്രസ് പുൾ ചെയ്യുന്നത് എത്രയാണെന്ന് നോക്കാം. 6 യൂണിറ്റാണ് ഇത് പ്രസ് പുൾ ചെയ്യേണ്ടത്. അപ്പോൾ 6 യൂണിറ്റിലേക്ക് നമുക്ക് ഇത് ആദ്യം പ്രസ് പുൾ ചെയ്യാം. അപ്പോൾ പ്രസ് പുൾ കമാൻഡ് എടുക്കുക. ഇത് സെലക്ട് ചെയ്യുക. 6 എൻ്റർ. 6 യൂണിറ്റിലേക്ക് പ്രസ് പുൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ പുറകിൽ ഈ മിഡ് പോയിന്റിലാണിത്. ഇതിൻ്റെ മിഡ് പോയിന്റ് ഇവിടെ വരുന്ന രീതിയിൽ മിഡ് പോയിന്റിലാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പറയാനായിട്ട് നമ്മൾ ഈ SC ഐസോമെട്രിക് വ്യൂ ആണ്. ഇപ്പോൾ അതിൽ നിന്ന് നമ്മൾ NW ഐസോമെട്രിയിലേക്ക് പോകാം. NW ഐസോമെട്രിക് ഈ പുറകിൽ ഭാഗത്ത് നമുക്ക് അപ്പോൾ ഇത് ജോയിൻ ചെയ്യാൻ പറ്റും ഉണ്ട്. ഇപ്പോൾ NW ഐസോമെട്രിക്കിലേക്കാണ് പോയത്. ഇനി നമുക്ക് ഇത് പുറകിൽ ഈ മിഡ് പോയിന്റും ഈ മിഡ് പോയിന്റും കൂടി ജോയിൻ ചെയ്യാം. മൂവ് കമാൻഡ് ഉപയോഗിച്ച്. മൂവിൻ്റെ ഷോർട്ട്കട്ട് M ആണ്. M എൻ്റർ. സെലക്ട് ചെയ്യുക. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. എൻ്റർ ചെയ്യുക. ബേസ് പോയിന്റ് ഈ മിഡ് പോയിന്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. സെക്കൻഡ് പോയിന്റ് ഈ മിഡ് പോയിന്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളത് കൃത്യമായി മൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെല്ലാം കൂടി യൂണിയൻ ചെയ്യാം. അപ്പോൾ യൂണിയൻ കമാൻഡ് എടുക്കുക. ഇതാണ് യൂണിയൻ കമാൻഡ്. സെലക്ട് ചെയ്യുക. ഈ ഒബ്ജക്റ്റുകൾ ഫുൾ സെലക്ട് ചെയ്യുക. എൻ്റർ ചെയ്യുക. ഒറ്റ ഒബ്ജക്റ്റായി തീർന്നു. ഇനി നേരിട്ട് നമുക്ക്
NW ഐസോമെട്രിക്കിൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള SC ഐസോമെട്രിക്കിലേക്ക് പോകാം. ഇപ്പോൾ SC ഐസോമെട്രിക്കിലേക്ക് പോയി. ഇനി ഈ ഭാഗം നമുക്ക് ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ 2D ലൈൻസ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി സൂം ചെയ്യാം. സൂം എൻ്റർ എൻ്റർ. ഇപ്പോൾ എക്സ്റ്റെൻഡായിട്ടത് സൂം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതാണ് കൃത്യമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഈ ഓബ്ജക്റ്റ് അതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മൾ കൃത്യമായി ബാക്ക് പോർഷനും ഒക്കെ കൃത്യമായി എന്ന് അറിയാനായിട്ട് നമുക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് മൗസിൻ്റെ സെൻറ്റർ ബട്ടൺ പ്രസ് ചെയ്ത് ഇങ്ങനെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും കൃത്യമായി നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. കൃത്യമായി അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരിട്ട് SC ഐസോമെട്രിക്കിലേക്ക് ഇനിയും ഈ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെയുള്ള ആ വ്യൂ തന്നെ വരും. SC ഐസോമെട്രിക്കിലേക്ക് പിന്നീട് ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇപ്പോൾ കൃത്യമായ ആ വ്യൂ തന്നെ വന്നു. ഇപ്പോൾ കൃത്യമായ ആ വ്യൂ വരും. ഇപ്പം നമ്മൾ കൃത്യമായ ഈ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുകയും ചെയ്തു. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കളർ ചെയ്യാൻ പറ്റും. കളർ ചെയ്യുന്നതിന് നമ്മൾ ഇതിനെ ഈ ഓബ്ജക്റ്റിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കളർ ബൈ ലെയർ സെലക്ട് ചെയ്യുക. അതിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം സെലക്ട് ബൈ കളർ സെലക്ട് കളർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാം. ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ഓക്കെ അടിക്കുക. ഇനി എസ്കേപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ കളറും കൃത്യമായി സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഓബ്ജക്റ്റ് അതേ രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.